എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മകേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സ്കൂളിൽ വെച്ച് മകേഷിനോടുള്ള ദേഷ്യം മൂത്തിട്ട് രചന മകേഷിനെ അടിക്കാനായിട്ട് തുടങ്ങുവാണ്. ആ സമയം ഇഷിത കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. തൊട്ടു പോരുത് മകേഷിനെന്ന് പറയണം. തൊട്ടിട്ട് നിന്റെ കാരണം മാത്രമല്ല നിന്റെ കൈ ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറയണം. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? മകേഷിന് ചോദിക്കാനും പറയാനും ആരില്ലെന്നോ? മകേഷിന്റെ ഭർത്താവാ. മകേഷിന്റെ നേരെ കൈ ഓങ്ങിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും നീ വിചാരിച്ചോ? ദേ നിന്റെ ഇതൊക്കെ നീ ആ ആകാശിന്റെ അടുത്ത് പോയി കാണിച്ചാൽ മതി. ഇവിടെ അത് വേണ്ട കേട്ടോ രചന, അത് നിനക്ക് നല്ലതല്ല, നിന്റെ ശരീരം കേടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. ഇഷിതയുടെ ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രചന നീ എന്താടി പറഞ്ഞേ? അതെ പറയുക മാത്രമല്ല ചെയ്യുകയും ചെയ്യും. കാണണമെന്ന് ചോദിച്ചിട്ട് ഇഷിത അങ്ങ് അടിക്കാനായിട്ടൊക്കെ കൈ വെക്കുവാണ്. പെട്ടെന്ന് തന്നെ രചനയ്ക്ക് മനസ്സിലായി ഇനി ഇവളുടെ അടുത്ത് നിന്നാൽ ശരിയാകത്തിരുന്ന് തടി കേടാവുന്ന. രചന പെട്ടെന്ന് തന്നെ നിന്നെ കാണിച്ചുതരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. മഹേഷ് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. നിനക്ക് ഇത്രയ്ക്ക് ആരോഗ്യം ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഓ എന്റെ നേരെ അവള് കൈ പൊക്കി കഴിഞ്ഞപ്പോ തന്നെ നീ സംഹാര താണ്ടോ വാടിയില്ലെന്ന് പറയാണ് അവളുടെ നേർക്ക്. അത് പിന്നെ ഭർത്താവിന് നേർക്ക് ആരെങ്കിലും കൈ പൊക്കേണ്ട ഏതൊരു ഭാര്യ കണ്ടു നിൽക്കുന്നത് ചോദിക്കോ? ഓ അപ്പൊ അങ്ങനെയാണ്, അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ മഹേഷിന് തോന്നുമായിരിക്കും ചിലപ്പോൾ സ്നേഹമില്ലാന്ന്. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു എനിക്കറിയാം ഇങ്ങനെയൊക്കെ നീ എന്നോട് കിടന്ന് ദേഷ്യപ്പെട്ടാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറയണം. അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ആകാശം നേരെ അരുന്ധതിനെ കാണാൻ ചെല്ലുവാണ്. അപ്പൊ അരുന്ധതിയാണ് കേരള ചാപ്റ്റേഴ്സിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ തീരുമാനം എടുക്കുന്ന ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ കേരള ചാപ്റ്റേഴ്സ് വിൽക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം പറയേണ്ട അരുന്ധതിയാണ്. അപ്പൊ അതിനുവേണ്ടി അരുന്ധതിയെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. അങ്ങനെയാണെങ്കിൽ അത് വിൽക്കുവാണെങ്കിൽ അത് വാങ്ങാനുള്ള തയ്യാറെടുപ്പോടെയായിട്ടാണ് ആകാശ് ചെല്ലുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അരുന്ധതി ആകാശിനെ വിളിച്ചിരുത്തുവാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ കേരള ചാപ്റ്റേഴ്സ് വിൽക്കാൻ പോവാന്ന് പറയുന്ന കേട്ട് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ. അങ്ങനെയാണെങ്കിൽ എനിക്കത് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് മാഡം എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതി പറഞ്ഞു അതിനെക്കുറിച്ച് ഫുള്ളൊരു തീരുമാനമായിട്ടില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുള്ളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു കമ്പനി നഷ്ടത്തിലാ അല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം മുന്നോട്ട് പോകുന്നതോറും ഒന്നുകൂടെ കമ്പനി നഷ്ടത്തിലേ പോകത്തുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നല്ല രൂപ ലാഭം തരാം. പിന്നെ അത് മാത്രമല്ല അരുന്ധതി മാഡത്തിന് വേണ്ടുന്ന കാര്യം അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യാൻ തരാം. എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി, എത്ര കോടി വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറയണം. ഇതിന്റെ പേരിൽ ലാഭം ഉണ്ടാകുന്നതൊന്നും മാഡത്തിനായിരിക്കും എന്ന് പറയണം. അങ്ങനെ അരുന്ധതി പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനത്തിലെത്തുവാണ്. അവർ തമ്മിൽ ഒരു ഡീലിങ്സ് ഒക്കെ നടത്തുവാണ്. അപ്പം ഗസ്റ്റ് ഹൗസിലാണ് ആകാശ് കാണാനായിട്ട് വന്നത്. അങ്ങനെ ആകാശ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് അരുന്ധതിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം മഹേഷ് ആണല്ലോ അവിടെ കൊണ്ടുപോയി അരുന്ധതിക്ക് ആ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തും എല്ലാ കാര്യങ്ങളും നോക്കുന്നൊക്കെ. അങ്ങനെ വരുവാണ്. അങ്ങനെ മഹേഷ് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ആകാശം കൂടെ ഇറങ്ങി ചെന്നു. ഓ നീയോ അരുന്ധതി മാഡത്തിനെ കാണാൻ വേണ്ടി വന്നായിരിക്കും, എന്താ നിന്റെ ഉദ്ദേശം? ഓ ഇനിയിപ്പോ കേരള ചാപ്റ്റേഴ്സ് വിൽക്കല്ലേ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ എന്ന് പറയാൻ വേണ്ടി വന്നായിരിക്കും. വെറുതെയാടാ, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതെ അവരെ ഞാൻ കൈമണി അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ നീ എന്തെന്ന് പറഞ്ഞാലും അവരൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. ഉറപ്പായിട്ട് ഹിന്ദുസ്ഥാൻ കമ്പനി വിൽക്കാനായിട്ട് പോവാടാ. നിനക്ക് ഇനിയിപ്പൊ ബ്രാഞ്ച് ഒന്നും ഇല്ലാതെ നീ ഇനി നിന്റെ CEO പദവിയും കളഞ്ഞ് നീ വീട്ടിൽ കുത്തിയിരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം. ഇത് കേട്ടോ മഹേഷോട് നമുക്ക് കാണാം. ഇനി എന്ത് കാണാനാടാ, കൂടുതലൊന്നും കാണാനില്ല. ദേ ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ. ഇപ്പൊ ഞാൻ ഡീലൊക്കെ ഉറപ്പിച്ച് ഞാൻ ഇറങ്ങുക. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? പണത്തിന് മീതെ അരുന്ധതി മാഡം പറക്കില്ല. ഇപ്പൊ മനസ്സിലായല്ലേ? പണം കൊടുക്കാന്ന് പറഞ്ഞ ആരാടാ പിന്നെ ഒത്താശയിൽ നിൽക്കാതിരിക്കണേ? കണ്ടില്ലേ, പണം കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് നേരെ കർണം പറഞ്ഞു. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, നിനക്ക് ഇനിയും തോൽവി വേണ്ട മഹേഷ വരാൻ പോന്നേ. ആദ്യം നീ ഒന്ന് തോറ്റു, അന്ന് നിന്റെ ഭാര്യ രചനയെ ഞാൻ സ്വന്തമാക്കി. ഇപ്പോഴാണ്ട് വീണ്ടും തോൽക്കാൻ പോവാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ഇഷിതയുണ്ടല്ലോ അവളെ ഞാൻ സ്വന്തമാക്കുമെന്ന് പറയാണ്. കണ്ടു അധികം വൈകാതെ നിന്റെ ഭാര്യ ഇഷിത എന്റെ അരിയിലേക്ക് വരുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ മഹേഷിന് സഹിച്ചില്ല. മഹേഷ് നീ എന്താണ് പറഞ്ഞേ എന്ന് ചോദിച്ചോണ്ട് അവന് തല്ലാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങുവാണ് ആകാശിനെ. പെട്ടെന്ന് ആകാശ ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ഓ നിനക്ക് അത്രയ്ക്കിതോ ചങ്കുറ്റൊന്നും തല്ലടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മഹേഷ് പറഞ്ഞു നിന്നെ തല്ലിയിട്ടുണ്ട് എന്റെ കൈ നാറും, കാരണം അത്രയ്ക്കൊരു വൃത്തികെട്ടവനാ നീ. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോടാ ആകാശെ. പക്ഷേങ്കിൽ ഈ കമ്പനി വിൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാന്നുള്ള എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് മഹേഷ് പിന്നെ അരുന്ധതിയെ കാണാനായിട്ട് അങ്ങോട്ട് പോണേ. ഈ സമയം ആകാശ് മനസ്സിൽ കരുതി അവൻ വെറുതെ പോയിട്ട് വലിയ കാര്യം ഒന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് അരുന്ധതി അടുത്ത് എന്നിട്ട് മഹേഷ് സംസാരിക്കുന്നുണ്ട് അരുന്ധതിയുമായിട്ട്. പിന്നീട് അരുന്ധതി പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒരു തീരുമാനം പറയാം, എടുത്തടിച്ച് എനിക്കിപ്പോ ഒന്നും പറയാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയണം. മഹേഷിനോട് പറഞ്ഞു പ്രതീക്ഷ കൈവിടണ്ട, നമുക്ക് നോക്കാം ആലോചിക്കാന്നൊക്കെ പറയണം. പിന്നെ വിനോദിന്റെ കാര്യത്തിലും വിനോദ് അനിയനാണല്ലോ, വിനോദും
അനുഗ്രഹം തമ്മിൽ ഉള്ള കല്യാണം. അപ്പം അതിനെക്കുറിച്ചൊക്കെ മഹേഷിനോടൊന്ന് സംസാരിക്കണമെന്നും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി കൂടിയിട്ടായിരുന്നു മഹേഷിനെ വിളിപ്പിച്ചു തന്നെ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ സമയത്ത് ഇഷിത ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന് മുറിയിലേക്ക് പോണ സമയത്ത് കൈലാസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൈലാസ് കണ്ടു. ഇവളെ എങ്ങനെയാലും കയ്യിലെടുത്താൽ മതിയുള്ളൂ. എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാലും എന്തേലും പറഞ്ഞ് ഇവള് സോപ്പിട്ടൊന്ന് കാര്യം സാധിക്കണം, എന്തായാലും ഒക്കെ കാണിക്കണം. അതിന് എന്താ കാണിച്ചു കൂട്ടേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് പെട്ടെന്ന് എന്ത് ചെയ്യണം, കൈലാസ് അങ്ങോട്ടേക്ക് കയറി പോകണം. കൈലാസ് അങ്ങോട്ടേക്ക് കയറി പോയിട്ട് കത്തിയെടുത്തിട്ട് പയ്യെ കൈയൊന്ന് മുറിച്ചു. കൈ മുറിച്ചിട്ട് അയ്യോ എൻ്റെ കൈ മുറിഞ്ഞെന്നും പറയുന്ന അവിടെ കിടന്നുണ്ട്. ആൾറെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ഇഷിത അങ്ങോട്ട് ഓടിച്ചെന്ന് എന്താ കൈലാസേട്ടാ പറ്റിയെന്ന് ചോദിക്കുക. എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു, ഞാൻ ആ കത്തിയൊന്നും എടുത്താന്ന് പറയണം. ഇപ്പം എന്തിനാ കത്തി എടുത്തേന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ ആ മാങ്കോ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് എടുത്ത സമയത്ത് കൈ മുറിഞ്ഞാന്ന് പറയാം, നോക്കട്ടെ എന്നൊക്കെ പറയണം. അയ്യോ ചോര വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓയിൽമെന്റ് വെക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത പതുക്കെ എന്ത് ചെയ്യണം, ഓടിപ്പോയി ഓയിൽമെന്റ് ഒക്കെ എടുത്തുകൊണ്ട് വരുവാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്ന് കൈയൊക്കെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ഇഷിത കയ്യിലേക്കൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേനും ആസ്വദിച്ചിരിക്കുവാണ് കൈലാസ് ഇതിന്റെ പല ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. കാരണം ഇഷിതേനെ എങ്ങനെ കയ്യിലെടുക്കണം, ഇവളായിട്ട് കൂടുതൽ എഴുകി ചേരണം, എങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. അവളുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൈലാസ് അത് വീണ് പോയിട്ടുണ്ടായിരുന്നു. താൻ കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ താൻ കണ്ടിട്ടില്ല. ഇപ്പോഴും എന്ത് ഭംഗിയാ ഇവളെ കാണാനായിട്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് കൈലാസ് പറഞ്ഞു, ഇഷിത കൈ പിടിച്ചപ്പോൾ തന്നെ എൻ്റെ വേദന പകുതി അങ്ങോട്ട് കുറഞ്ഞെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത കൈലാസിനെ ഇങ്ങനെ നോക്കി. പിന്നീട് ഇഷിത പറഞ്ഞു, ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി അല്ലേന്ന് ചോദിക്കണം. എന്നാലും എല്ലാ ഡോക്ടർമാരൊന്നും ഇങ്ങനെ വന്ന് തൊട്ടാലും നമുക്ക് വേദന കുറയില്ല. ചിലരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെട്ടുപോത്തിനെ പോലെ ആയിരിക്കും, നമുക്ക് എന്തുമാത്രം വേദന എടുക്കുമെന്നറിയോ. പക്ഷെ ഇഷിതയുടെ കൈ നല്ല പൂ പോലത്തെ കൈകളാ, അത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഏത് വേദനയും പമ്പ് കിടക്കും. വെറുതെ അല്ല ഇഷിതയ്ക്ക് ഇത്ര ആരാധകരുള്ളതെന്ന് പറയാണ്. ഇത് കേട്ട ഇഷിത പറഞ്ഞു, എനിക്കങ്ങനെ ആരാധകരൊന്നും ഇല്ലെന്ന് പറയാം. അങ്ങനെ പറയരുത്, എല്ലാ ഒരുമാതിരിപ്പെട്ട കുട്ടികളല്ല ഇഷിതനെ കാണാനായിട്ടല്ല വരുന്ന. അസുഖം വന്ന് കഴിയുമ്പോഴത്തേനും എങ്ങനെ വരാതിരിക്കും? ഇഷിതയുടെ കെയറിങ് അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അത്രയ്ക്ക് അങ്ങനെ പുഴത്തൊന്നും വേണ്ട കൈലാസേട്ടാ, അത്രയ്ക്കൊന്നും ഞാനില്ല എന്ന് പറയാണ്. പിന്നീട് കൈലാസ് പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല, ഇപ്പൊ തന്നെ ഞാൻ അനുഭവസ്ഥനല്ലേ എന്നൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യാം, ഇനി കൈലാസേട്ടൻ പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് ഇഷിത അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ സ്വപ്നവല്ലി പുറത്ത് പോയതായിരുന്നു. അങ്ങനെ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വന്നു. ആ സമയം ഇഷിത എന്ത് ചെയ്യാണ്, മുറിക്കകത്ത് കയറി കുറച്ച് ജോലികളൊക്കെ ചെയ്യാനും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ആ ജോലികളൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോൾ ഇഷിത ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഷിതയ്ക്ക് നല്ല ക്ഷീണം തോന്നി. എന്തായാലും കഴിക്കാന്നൊക്കെ ഓർത്ത് ഇഷിത അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഇഷിതയ്ക്ക് തല ഇറങ്ങുന്നത് പോലെ തോന്നുവാണ്. പിന്നീട് ഇഷിത തല ഇറങ്ങി അങ്ങോട്ട് വീഴാൻ തുടങ്ങുമ്പോഴത്തേനും സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് മോളേന്ന് പറഞ്ഞ് പിടിക്കുകയാണ്. അപ്പോഴേക്കും മഞ്ജിമ ഓടി വന്നു. അങ്ങനെ ഇഷിതേനെ പതുക്കെ സെറ്റിയായി പിടിച്ചിരുത്തുവാണ്. എന്നിട്ട് മഞ്ജുവോട് മോള് ഇച്ചിരി ഓടിപ്പോയി ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് തളിക്കുവാണ്. അങ്ങനെ ഇഷിതയ്ക്ക് പതുക്കെ തലർക്കൊക്കെ മാറി ബോധമൊക്കെ വീണ് കഴിഞ്ഞിട്ട് ഇഷിതേനെ പതുക്കെ പിടിച്ചിട്ട് ബെഡിലേക്ക് എടുത്തോണം. എന്ത് പറ്റി മോളെ, എന്താ പറ്റിയത്? എന്തോ പ്രശ്നമുണ്ടല്ലോ എനിക്ക്. ഒന്നുമില്ല അമ്മയെന്ന് പറയണം. ആ സമയം സ്വപ്നവല്ലി ഓർത്തു, ഇനിയിപ്പോൾ എന്തായിരിക്കും തലകറക്കം, എന്തേലും വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് നിൽക്കും, ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, സ്വപ്നവല്ലി ഓർത്ത് ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, വിശേഷമായിട്ടാണോ അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് മഞ്ജിമയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് തോന്നി ഇത് മറ്റേ തന്നെയാന്ന് തോന്നിയെന്ന് പറയണേ. എന്ത്? അവള് പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയണേ. പ്രഗ്നന്റോ? അതെ മോളെ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, തല ഇറങ്ങി ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അത് തന്നെ ആയിരിക്കും എന്ന് പറയാം. ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞതിഥിയും കൂടെ വരാൻ പോവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി മഞ്ജിമിക്കും. അത് കൊള്ളാലോ എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൈലാസ് വരുവാണ്. കൈലാസ് വന്നിട്ട് എന്താ പറ്റിയത്, എന്താ പറ്റിയെന്ന് ചോദിക്കുക. അത് പിന്നെ ഇഷിത പ്രഗ്നന്റ് ആന്ന് പറയണേ. പ്രഗ്നന്റോ? അതെ ഇഷിത പ്രഗ്നന്റ് ആന്ന് പറയാം. ഇത് കേട്ടെന്ന് കൈലാസിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല നീയല്ലേ പറഞ്ഞേ ഇഷിതയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടോ ആലെന്ന്? അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ ഡോക്ടർ ട്രീറ്റ്മെന്റിലായിരുന്നല്ലോ. ഡോക്ടർ ട്രീറ്റ്മെന്റ് വലിച്ചെന്നാ തോന്നേ അവള് പ്രഗ്നന്റ് ആന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തലയ്ക്ക് കൂടം കൊണ്ടൊരു അടിയേറ്റ അവസ്ഥയായി പോയി കൈലാസിന്. അത് കൈലാസ് ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും അവളെ കൈമണി അടിച്ചെന്ന് കാര്യം നടത്തിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൈലാസിന്റെ പ്രതീക്ഷകളൊക്കെ നശിച്ചു പോവാ. പക്ഷെ സ്വപ്നവല്ലിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ ഇതൊന്നും ഇഷിത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇഷിതയ്ക്ക് ഫുഡ് കഴിക്കാൻ തന്നെ അങ്ങനെ എന്തോ ഒരു തളർക്കം മറ്റോ ആയിരുന്നു. പക്ഷെ ഇവരെല്ലാം തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് അറിയത്തില്ല. ഇനിയിപ്പം എല്ലാവരും പോയി പറയുന്നുണ്ട് സ്വപ്നവല്ലി ഇഷിത പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമൊക്കെ. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേനും ഇഷിതയ്ക്ക് എങ്ങനെ ഇനിയിപ്പം സത്യം തുറന്നു പറയാനെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയാപ്പം. എല്ലാവരുടെ സന്തോഷം കണ്ടു കഴിയുമ്പോഴത്തേനും സത്യം തുറന്നു പറയേണ്ടതെന്ന് കരുതി വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇഷിത പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.